മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുദിനം നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരം കണ്ടെത്താൻ പൂർണ്ണമായും സാധിച്ചിട്ടില്ല. ഈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ ഒരു അവസാന അവസരം നൽകിയിരിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി. സെപ്റ്റംബർ 10-നകം നിലപാട് അറിയിക്കണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ തീരുമാനം നീളുന്നതിൽ കടുത്ത പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ദുരന്തബാധിതർ. അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ ദുരിതങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായാണ് വായ്പ എഴുതിത്തള്ളുന്ന കാര്യം കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയത്. ദുരന്ത നിവാരണ ചട്ട ഭേദഗതി നടത്തിയതിനാൽ വായ്പ എഴുതിത്തള്ളാനുള്ള അധികാരം തങ്ങൾക്കില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആദ്യവാദം. പിന്നാലെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അധികാരമെന്നും ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടിയായില്ല. ഈ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബർ 10-നുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി അവസാന അവസരം നൽകിയത്. ഹൈക്കോടതിയുടെ ഇടപെടലിൽ ദുരിതബാധിതർ പ്രതീക്ഷ പങ്കുവച്ചു. ഞങ്ങളോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണത്. കാരണം 100 കണക്കിന് കോടി അല്ലെങ്കിൽ 1000 കണക്കിന് കോടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദുരന്തത്തിന് ശേഷവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ ഒരു 36 കോടി ഞങ്ങൾക്ക് വേണ്ടി എഴുതി തള്ളാൻ കേന്ദ്രം എന്താണ് മടിക്കുന്നത് എന്നുള്ളത് കോടതി പലതവണ ആയിട്ട് കോടതി വരെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ. എന്നിട്ടും കേന്ദ്രത്തിന് അത് കൊടുക്കാനൊരു പ്രയാസം എന്താണെന്ന് നമ്മളോട് ഒരു പ്രത്യേക വൈരാഗ്യമുള്ള പോലെയാണ് ഈ കേന്ദ്രത്തിന്റെ ഈ നിലപാട്. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് കോടതി നിലപാട്. മുൻപ് ഇതേ വിഷയം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. പക്ഷേ ഇതുവരെ അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. വായ്പ എഴുതിത്തള്ളാനാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ നിലപാട് വ്യക്തമാക്കണമെന്ന് സംസ്ഥാന സർക്കാരും കോടതിയിൽ ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് മാതൃകാപരം. ഹൈക്കോടതിയുടെ വാക്കുകളാണിത്. വായ്പ എഴുതിത്തള്ളാനാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു നിലപാടറിയിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്തം വൈകുന്നിടത്തോളം കാലം അത് ദുരന്തബാധിതരോടുള്ള വെല്ലുവിളിയായി കണക്കാക്കപ്പെടും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.